ദിസ് ടൈം ഫോർ കാനഡ. 2010 നമ്മളെ കോരിത്തിരിപ്പിച്ച ഷക്കീറയുടെ ഒരു പാട്ടായിരുന്നു അത്. ഏത്? ദിസ് ടൈം ഫോർ കാനഡ അല്ല, ദിസ് ടൈം ഫോർ ആഫ്രിക്ക. 2010. എന്നാൽ 2026 വരുമ്പോൾ ദിസ് ടൈം ഫോർ കാനഡ. റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ തുടങ്ങി. ആവേശകരമായ ആദ്യ മത്സരത്തിൽ ആതിഥേയ രാജ്യങ്ങളിലൊന്നായ കാനഡ സൗത്ത് ആഫ്രിക്കയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് സൗത്ത് ആഫ്രിക്ക പുറത്താക്കി. കാനഡ റൗണ്ട് ഓഫ് 16, അതായത് പ്രീ ക്വാർട്ടർ മത്സരത്തിലേക്ക് യോഗ്യത നേടി. 90 മിനിറ്റ് വരെ അല്ലെങ്കിൽ 91 മിനിറ്റ് വരെ അല്ലെങ്കിൽ ഗോൾ അടിക്കുന്ന നിമിഷം വരെ ശക്തമായ പ്രതിരോധ കോട്ട തീർത്ത സൗത്ത് ആഫ്രിക്ക 92-ാം മിനിറ്റിൽ സ്റ്റീഫൻ എസ്റ്റുക്യോ ആളുടെ ഗോളിൽ വീണു. ഞാൻ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് ഇമാതിരി ഒരു പ്രകടനം പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന കാനഡ 1-1 ബോസ്നിയോട് 1-1 സമനില പിടിച്ച കാനഡ, ഖത്തറിനെ 6-0 തകർത്ത കാനഡ. ആലോചിക്കണം, 6-0 തകർത്ത കാനഡ. സ്വിറ്റ്സർലൻഡിനോട് 2-1 തോറ്റ കാനഡ. അത് സ്വിറ്റ്സർലൻഡിനോടാണ്. മികച്ച ടീം തന്നെയാണ്. അത് കാരണം കൊണ്ട് സൗത്ത് ആഫ്രിക്ക അത്ര മികച്ച ടീമാണെന്ന് ഞാൻ പറയില്ല. യോഗ്യത നേടി വന്നത് തന്നെയാണ്. ഇങ്ങനെ പോലെ അത്ര മികച്ച ടീമെന്ന് ഞാൻ പറയില്ല. ഞാൻ പ്രതീക്ഷിച്ചത് മിനിമം ഒരു 2 എണ്ണെങ്കിലും അടിക്കും കാനഡ. 2-3 അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. 4-4 അത്ഭുതമില്ല. കാരണം 6-0 ഖത്തറിന് അടിച്ചിട്ട ടീമല്ലേ. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തു നിന്ന് വേറെ കുറച്ച് പ്ലാനായിരുന്നു. മികച്ച രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്തു. മികച്ച രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്തു. അവർ ഗോൾ അടിക്കണവരെ. പക്ഷേ 92-ാം മിനിറ്റിൽ എസ്റ്റക്യുടെ ഗോളിന് മറുപടിയായി ഒന്നും പറയാനും ഒന്നും ചെയ്യാനും സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നില്ല. എങ്കിലും തല ഉയർത്തി തന്നെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ അമേരിക്ക മണ്ണുവിടാം. കാലിഫോർണിയ വെച്ചിട്ടാണ് മത്സരം നടന്നത്. തല ഉയർത്തി തന്നെ സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സ് ബഫാന അവസാനിപ്പിച്ചിട്ട് പോവാം. കാരണം റൗണ്ട് ഓഫ് 32 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അതവർ അതിജീവിച്ച് റൗണ്ട് ഓഫ് 32 എത്തി. റൗണ്ട് ഓഫ് 32 ആതിഥേയരായ രാജ്യത്തിന് മുന്നിൽ അവർ വീണു. എന്നാൽ അവർക്ക് അതൊരു നേട്ടം എന്നല്ല. റൗണ്ട് ഓഫ് 32 എത്തിയത് അവർക്കൊരു നേട്ടം തന്നെയാണ്. എന്നാൽ പോലും തല ഉയർത്തി മടങ്ങാം. കൂടാതെ 58% ബോൾ കൺട്രോൾ ചെയ്തത് സൗത്ത് ആഫ്രിക്കയാണ്. ബോൾ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല, പക്ഷേ ഗോൾ അടിക്കണം എന്നാണ് വേണ്ടത്. എന്നിരുന്നാൽ പോലും ഈ കാനഡ പോലുള്ള രാജ്യത്തിനെതിരെ 58% ബോൾ പൊസിഷൻ കയ്യിൽ വെക്കുക എന്നുള്ളത് പറയുമ്പോൾ അവർ നല്ലോണം ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് കാനഡയ്ക്കെതിരെ ഇറങ്ങി വന്നിട്ടുള്ളത്. അല്ലാണ്ടൊന്നും ഇങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ കഴിയില്ല. സൗത്ത് ആഫ്രിക്ക ഗോൾ കീപ്പർ മാക്സിമം ആളുടെ ഭാഗത്ത് നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. പറ്റാവുന്നൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. ഈ മത്സരം ഒരു ഇപ്പോൾ എക്സ്ട്രാ 90 മിനിറ്റ് നോർമൽ ടൈം കഴിഞ്ഞ് എക്സ്ട്രാ ടൈം കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവുകയായിരുന്നെങ്കിൽ 1-2 സൗത്ത് ആഫ്രിക്കൻ ഗോൾ കീപ്പർ തടുത്തിട്ടേനെ. പക്ഷെ ആ ലെവലിലേക്ക് പോവാൻ കാനഡ അനുവദിച്ചില്ല. ഏതായാലും ആതിഥേയ രാഷ്ട്രം എന്ന നിലയ്ക്ക് അവരുടേതായൊരു പുഷ് അവർ ചെയ്തു. 1-0 ജയിച്ചു. ഈവൻ അട്ടിമറി സാധ്യത ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവസാനമൊക്കെ ആയപ്പോൾ ആരും ഗോളടിക്കണില്ലേ. ഞങ്ങാനും സൗത്ത് ആഫ്രിക്ക ഒരു ഗോളടിച്ച് വക്ക ദിസ് ടൈം ഫോർ ആഫ്രിക്ക പാടുമോ എന്ന് വിചാരിച്ചു. പക്ഷേ ബഫാന ഇപ്രാവശ്യം നടന്നില്ല. അങ്ങനെ സൗത്ത് ആഫ്രിക്ക റൗണ്ട് ഓഫ് 32 മത്സരങ്ങളിൽ നിന്ന് ആദ്യം പുറത്താവുന്ന ടീമായി. കാനഡ റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് റൗണ്ട് ഓഫ് 16 യോഗ്യത നേടിയ ആദ്യ ടീമായി, കളിക്കാനുള്ള ടീമായി.